പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചിട്ടുണ്ട്. കേസിന്റെ ഗൗരവവും ഗൂഢാലോചനയും കണക്കിലെടുത്താണ് കൂടുതൽ എസ്ഐമാരെയും സിപിഒമാരെയും ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലീകരിച്ചത്. ഉന്നത സിപിഎം നേതാക്കളെ ചോദ്യം ചെയ്യുന്നതിനാണ് അന്വേഷണ സംഘത്തിന്റെ ആലോചന. അതായത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി. ജോയ്, മുൻ മന്ത്രി വി. ശിവൻകുട്ടി എന്നിവർക്ക് അടുത്ത ആഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകും. കൂടാതെ ബിനീഷ് കോടിയേരി അടക്കം ചോദ്യം ചെയ്യാനായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറെടുക്കുകയാണ്. അതിനാദ്യപടിയായിട്ടാണ് ബിനീഷ് കോടിയേരിയുടെ ഫോൺ അടക്കം ഫോറൻസിക് പരിശോധനയ്ക്ക് കൊണ്ടുപോകാനുള്ള ഒരു നീക്കം നടത്തുന്നത്. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നും ആക്രമണത്തിന് പിന്നിൽ ആസൂത്രിതമായ ഇടപെടലുകളോ പ്രേരണയോ ഉണ്ടോ എന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. സിപിഎം നേതാക്കളുടെ ഫോൺ കോളുകളുടെ സൈബർ ഫോറൻസിക് പരിശോധനാ ഫലമായിരിക്കും കേസിൽ നിർണായകമാവുക. ആക്രമണം നടന്ന സമയത്തും അതിനു മുമ്പ് നടന്ന ആശയവിനിമയങ്ങൾ വിശദമായി പരിശോധിച്ചു വരികയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. സംഭവത്തിലെ ഗൂഢാലോചനയും ആക്രമണത്തിന് പിന്നിൽ സിപിഎം നേതാക്കളുടെ ഇടപെടൽ ഉണ്ടോ എന്നും അന്വേഷിക്കുമെന്ന് ഇഡി ആവശ്യപ്പെട്ടിരുന്നു. ആക്രമണത്തിന് ശേഷം പ്രതികളെ പിടികൂടാനെത്തിയ പോലീസിനെ പാർട്ടി ഓഫീസിൽ മുന്നിൽ ഉന്നത നേതാക്കൾ തടഞ്ഞത് വിവാദമായിരുന്നു. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് അറസ്റ്റിലായ 25 പ്രതികളുടെ ഫോൺ രേഖകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇവരുമായി സംഭവ ദിവസം അടുത്ത ദിവസങ്ങളിലും ഫോണിൽ ബന്ധപ്പെട്ട നേതാക്കളുടെ ഫോൺ രേഖകളും അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ സംഭവ ദിവസം ഇവരുമായി നിരന്തരം ബന്ധപ്പെട്ട ഡിവൈഎഫ്ഐ, സിപിഎം, എസ്എഫ്ഐ നേതാക്കളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന എല്ലാവരുടെയും മൊഴിയെടുക്കാനും സംശയമുള്ളവരെ ചോദ്യം ചെയ്യാനുമാണ് പോലീസിന്റെ നീക്കം. ബിനീഷ് കോടിയേരിയുടെയും എസ്എഫ്ഐ, ഡിവൈഎഫ്ഐ ജില്ലാ ഭാരവാഹികളുടെയും ഫോൺ രേഖകളും ശേഖരിച്ചവയിലുണ്ട്. ബിനീഷ് കോടിയേരി സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നുവെങ്കിലും ആക്രമണ സംഭവങ്ങളിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ സൂചന. മെയ് 27-നായിരുന്നു തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ പിണറായി വിജയന്റെ വീട്ടിലെ പരിശോധനയ്ക്ക് ശേഷം തിരിച്ചറിഞ്ഞ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് കാറുകൾ തല്ലി തകർത്തത്. 9 പ്രതികൾക്ക് ഹൈക്കോടതി ഇതോടെ കർശന ഉപാധികളോടുകൂടിയാണ് 3 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ജാമ്യം അനുവദിച്ചത്. ഗൗരവമേറിയ കുറ്റമാണ് പ്രതികൾ ചെയ്തതെന്ന് വ്യക്തമാക്കിയ കോടതി വധശ്രമ കുറ്റം നിലനിൽക്കാനുള്ള തെളിവുകൾ ഇല്ലെന്നും നിരീക്ഷിച്ചു. പ്രതികൾക്ക് ജാമ്യം നൽകരുത് എന്ന് ഇഡി എതിർപ്പ് നൽകിയാണ് ജസ്റ്റിസ് കൗസർ ഇടപെടലിന്റെ നടപടി ഉണ്ടായത്. പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടത്തി മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലാണ് 9 പ്രതികൾക്ക് 67 ദിവസത്തിനു ശേഷം ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം നൽകിയത്. എന്നാൽ 67 ദിവസമായി പ്രതികൾ ജയിലിലാണ്. അത് എല്ലാം മാനിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത്. അന്വേഷണം അവസാന ഘട്ടത്തിലെത്തി. പോലീസിന്റെ കസ്റ്റഡി ആവശ്യം നിലനിൽക്കുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ ജാമ്യം അനുവദിക്കുകയാണെന്ന് അന്ന് കോടതി വ്യക്തമാക്കി. എന്തായാലും ഉടനെ തന്നെ പ്രതികളുമായി, അതായത് ഇഡി ആക്രമിച്ച കേസിലെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള അന്തിമ തയ്യാറെടുപ്പിലാണ് പോലീസ്.